എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1716 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ചോദ്യോത്തര വേളയാണ്. ചോദ്യോത്തര പരിപാടിയിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചോദ്യോത്തരവേളയുടെ വിഷയം എന്ന് പറയുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും അവയുടെ ചികിത്സയും. ഇതിനെക്കുറിച്ചാണ് സംശയങ്ങൾ നമുക്ക് ചോദിക്കാൻ അവസരം ഉള്ളത്. നമുക്കുള്ള ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സാറ് എത്തിയിട്ടില്ല. സാർ ഉടനെ എത്തുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് ഒരു നിമിഷം ഈശ്വരപ്രാർത്ഥന. എത്തുമ്പോഴേക്കും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് ചോദ്യോത്തര വേള നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യോത്തര വേളയിൽ സംശയങ്ങൾ ചോദിക്കുന്നതിനും ആയി അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം. അതിനുവേണ്ടി എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സും റെഡിയായി ഇരിക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. സേഠ് സാറാണോ ഒരാൾ എൻ്റർ ആയത്? സേഠ് സാറ് കയറുമ്പോഴേക്കും നമുക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട രോഗങ്ങൾ നമുക്ക് മുമ്പിൽ എത്തുന്നത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഹരിഹരൻ സാറുണ്ടല്ലോ. ഹരിഹരൻ സാറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? എന്താണ് ഡോക്ടറെ പറയേണ്ടത്? അതാണ് ഒരു കൺഫ്യൂഷൻ. മൂത്രാശയ സംബന്ധ രോഗങ്ങളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. യൂറിനറി സംബന്ധിച്ചല്ലേ കൂടുതലും ഉണ്ടാവുള്ളൂ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് അനുഭവമുള്ള കേസുകളെ കുറിച്ച് പറയാം. കൂടുതലും സ്ത്രീകൾക്കാണ് വരുന്നത്. അത് കൂടുതലും സ്ത്രീകൾക്ക് വരാനുള്ള കാരണം പറയണമെങ്കിൽ സ്ത്രീകളുടെ മൂത്രനാളിയുടെ നീളം കുറവായിരിക്കുള്ളൂ, പുരുഷനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പിന്നത്തെ കാരണം പറയണമെങ്കിൽ മിക്കവാറും ഹോർമോണൽ ഇഷ്യൂസ് വരുമ്പോ ഒരു മെനപ്പോസ് ഒക്കെ ആയതിനു ശേഷം കൂടുതലായിട്ട് കാണാറുണ്ട് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ചിലപ്പോൾ അത് യൂട്രസ് താഴേക്ക് ഇറങ്ങണതോ അല്ലെങ്കിൽ ബ്ലാഡർ താഴേക്ക് വരണതോ അതിന്റെ പ്രഷർ കൊണ്ടോ ഉണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകള് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ ഭയങ്കര ഡമാന്തം കാണിക്കും. അതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കാരണമായിട്ട് വരാം. വാട്ടർ ഇൻടേക്ക് കുറവ്, അങ്ങനെയൊക്കെ വരാം. പിന്നെ വരുന്നത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അങ്ങനെയൊക്കെ വരാം. പിന്നെ പിൻവേംസിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. യൂറിനറി ട്രാക്ട് ആണെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് ഡോക്ടർക്ക് കൂടുതൽ ഒരു പിന്നെ എന്താണ് പെട്ടെന്ന് അക്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് സിംറ്റം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാലോ ഡോക്ടറെ. ബേണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരിസ് വരാം. വല്ലാണ്ട് ബേണിംഗ് അങ്ങനെ ഇതായിട്ട് വരണമെങ്കിൽ ക്യാപ്സിക്കം വരാം. ഇന്റർകറന്റ് ആയിട്ട് നമ്മൾക്ക് മെഡോറിനോ തൂജയും ഇല്ലാത്ത UTI ഇല്ല. ഏത് കംപ്ലൈന്റ്സ് വന്നാലും ശരിയാണ്. അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യണത് ഒന്നല്ലെങ്കിൽ മെഡോറിനം അല്ലെങ്കിൽ തൂജ കൊടുത്തു കഴിഞ്ഞാല് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. കൂടുതലും നല്ലത് നമ്മള് മെഡോറിനോണ് ഒന്നും കൂടി ആക്ഷൻ അതിൽ കിട്ടിയേക്കണത്. മെഡോറിനം കൊടുത്ത് നിർത്തണമെന്നാണോ പറയുന്നത്? മെഡോറിനം കൊടുത്ത് നിർത്തണം എന്നാണോ പറയുന്നത്? അതെ, അല്ല, ലാസ്റ്റ് മെഡോറിനം കൊടുക്കണം ഡോക്ടർ, എന്നാലല്ലേ നമ്മൾക്ക് റിസൾട്ട് ഒരു കറക്റ്റ് കിട്ടുള്ളത്. അപ്പൊ ആ ഒരു വരുന്നതിന്റെ ആ ഒരു കണ്ടിന്യൂവേഷൻ ഒന്ന് കുറഞ്ഞു കിട്ടും ഈ മെഡോറിനം കൊടുക്കുമ്പോ. എനിക്ക് അങ്ങനെ കിട്ടിയേക്കണത്. പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് വൗറിസി ടിഞ്ചർ കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. ചില കേസുകളിൽ സപ്രല ടിഞ്ചർ വരും. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊടുത്താൽ തന്നെ നമ്മൾക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട്. പിന്നെ ചില കേസുകളിലാണെങ്കിൽ എപ്പീസ് കൊടുക്കേണ്ടി വരാറുണ്ട്. ചെറിയൊരു നീർദോഷം പോലെ വരികയാണെങ്കിൽ എപ്പീസ് കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കി സിംറ്റം അനുസരിച്ച് ചിലവർക്ക് ടെമ്പറേച്ചർ ഉണ്ടാകും, ചിലവർക്ക് ടെമ്പറേച്ചർ ഉണ്ടാവില്ല, അറിയ പോലും ഇല്ല, ബാക്ക് ഏക്ക് ആയിരിക്കും. അപ്പൊ ആ സിംറ്റം അനുസരിച്ചിട്ട് അതിൻ്റെതായ ആ ഒരു തേഴ്സ്റ്റ്ലെസ് ആണോ തെസ്റ്റ് ആണോ. കൂടുതലും എനിക്ക് വരുന്നത് ഈ കാന്താരിസ്, മെഡോറിനം,
ഉവാവുർസി ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. മാക്സിമം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കേസ് വന്നത് ഇങ്ങനെ നല്ല യൂറിനറി ഇൻഫെക്ഷൻ പെയിൻ, മൂത്രം ഒഴിച്ച് കഴിഞ്ഞ ശേഷം നല്ല പെയിൻ ആണെന്നാണ് പറഞ്ഞത്. അതുണ്ട്, നമുക്ക് മെഡിസിൻസ് ഉണ്ടല്ലോ ഡോക്ടറെ, ബിഫോർ നമുക്ക് ലൈക്കോപോഡിയം കാന്താരിസ്, ലൈക്കോപോഡിയം 2 ഡോസും കാന്താരിസ് 30 ആണ്. അത് കംപ്ലീറ്റ് പേഷ്യന്റ് വീണ്ടും വന്നു, അവരൊക്കെ നല്ല റിലീഫ് ഉണ്ട് പറഞ്ഞു. ഈ 2 മെഡിസിനുമാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഹൈജീനും ക്ലിയർ ആയിട്ട് നോക്കണമല്ലോ, ഹൈജീനും നല്ലപോലെ നോക്കണം. പിന്നെ വെള്ളം കുടിക്കണം. അതെ, ബിഫോർ ഡ്യൂറിങ് ആഫ്റ്റർ 3-നും 3 മെഡിസിൻസ് അല്ലേ നമ്മൾക്ക്? അതെ. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളുടെ ഹോമിയോപ്പതിക്കാണ് ഏറ്റവും കൂടുതൽ ഇതില് ഹോപ്പ് ഉള്ളത്. എല്ലാ സിംറ്റം അനുസരിച്ച് ഓരോ സിംറ്റംസിനും ഓരോ മെഡിസിൻ വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അവരുടേതാകുമ്പോൾ ആന്റിബയോട്ടിക്സ് ആയിരിക്കും, നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇത്ര മെഡിസിൻസ് കൊടുത്താൽ ഒരുപാട് മെഡിസിൻസ് നമുക്ക് ആ സിംറ്റം അനുസരിച്ച് കൊടുക്കാൻ പറ്റും. നല്ലൊരു റിസൾട്ട് നമുക്ക് UTIക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ റിലീഫും കിട്ടും. പിന്നെ ചിലരൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ഒരു, ഞാൻ പൈറോജൻ പറയാൻ മറന്നുപോയി, സ്ട്രെപ്റ്റോകോക്കസ് പറയാൻ മറന്നുപോയി. അതെല്ലാം അതിന്റെ കൂടെ വരുന്നതാട്ടോ, കോമൺ ആയിട്ട് വരുന്നതല്ലേ, അതെല്ലാം നമ്മൾക്ക് കൊടുക്കാം. പൈറോജനാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പനി കൂടെയൊക്കെ തോന്നാം, കുളിര് കിടുങ്ങല് പനി അല്ലേ? അതെ അതെ, സ്റ്റൊമക് പെയിൻ ഉണ്ടാവും, സ്റ്റൊമക് പെയിൻ വോമിറ്റിംഗും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ആൽബുമിൻ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ ഡോക്ടറെ. ആൽബുമിൻ ഒക്കെ യൂറിനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുക്കാമല്ലോ. കാസ്റ്റ്, ആൽബുമിൻ ഇതെല്ലാം അതിൽ ആ യൂറിനറി ഇത് സംബന്ധിച്ച് വരണമെങ്കിൽ നമ്മൾക്കേ മെഡിസിൻസ് ഉള്ളൂ അതിനൊക്കെ കൂടുതൽ. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ പിന്നെ എന്താണ് വേറെ മൂത്രാശയ സംബന്ധം ആയ രോഗങ്ങൾ, ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ബെഡ് വെറ്റിങ്, അതിനൊക്കെ സാധാരണ എന്തെങ്കിലും ഏതൊക്കെ മെഡിസിനാണ്? അത് നമ്മള് ഫസ്റ്റ് സ്ലീപ്പ്, സെക്കൻഡ് സ്ലീപ്പ്, തേർഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ 3 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ 3-നും 3 മെഡിസിൻ ആണ്. ആണെങ്കിൽ പോലും ചില കുട്ടികൾ 2-3 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കുന്ന കുട്ടികളുണ്ട്, ഫസ്റ്റും സെക്കൻഡും. ചിലപ്പോ ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ അത് കാണാമെന്ന് പറയുന്നുണ്ട്. അത് ശരിയുമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കുട്ടികളിൽ കാണുന്നതാണോ? അതെ അതെ, ഉണ്ട് ഡോക്ടറെ. അങ്ങനെ ഈ നഖം കടിക്കുന്ന പോലെ തന്നെയാണ് ഒരു സിംറ്റം. അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവര് നൈറ്റ് യൂറിൻ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കേസ് എടുത്തു കഴിയുമ്പോൾ അവരിന്ന് മനസ്സിലാവും. ചിലപ്പോൾ അവർക്ക് സ്കൂളിൽ നിന്നാവാം, ചിലപ്പോൾ പാരന്റ്സ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. അതൊക്കെ ശരിക്കും വരുന്നത് തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഒരു അമ്മൂമ്മ ഇതുപോലെ തന്നെ യൂറിൻ എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് വന്നപ്പോ ചോദിച്ചപ്പോ, ഈ കിടക്കണ നേരത്ത് കിടന്നുകൊണ്ട് മാത്രം യൂറിൻ പാസ് ചെയ്യുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ ആണ് ക്രിയോസോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിയോസോട്ടിന് യൂറിൻ പോകുള്ളൂ. അതെ, അതാണ്. അതെ, അതുപോലെ തന്നെയുള്ള നമുക്ക് ഈ ബിനൈൻ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഒക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടല്ലോ. പല പൊസിഷനിൽ ഇരുന്ന് യൂറിൻ പോകുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ മെഡിസിൻസ് കൊടുക്കാറില്ലേ? അതെ, അതൊക്കെ അതിൽ വരുമല്ലോ. ഞാനേ ഒന്ന് രാജൻ KK ഡോക്ടറുണ്ട്, രാജൻ സാർ ഉണ്ടെങ്കിൽ ഒന്ന് യൂറിനറി മൂത്രാശയ സംബന്ധ രോഗങ്ങളും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സ എന്നുള്ള ആണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ രാജൻ സാറ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ നന്നായിരിക്കും. സാർ കയറിയിട്ടുണ്ടല്ലോ, രാജൻ KK സാറ്. പറയാൻ എന്തെങ്കിലും മൂത്രാശയ സംബന്ധ രോഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാറൊന്ന് മുമ്പോട്ട് വരട്ടെ. ജയലളിത ഡോക്ടറെ തുടർന്നോളൂ. മ്യൂട്ടായി പോയോ? ഡോക്ടർ കോഹോസ്റ്റ് ആണല്ലോ, ജയലളിത ഡോക്ടറെ.
ഇനി നോക്കിയിട്ട് വേണം ഡോക്ടറെ. ഞാൻ ഒരുവിധം നോക്കിയതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഞാനൊന്ന് ബുക്ക് അല്ല ഈ ആ പിന്നെ നമ്മള് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ മൂത്രത്തിൽ കല്ല്. ആ അതൊക്കെ കല്ലിനൊക്കെ നമുക്ക് മെഡിസിൻ ഉണ്ടല്ലോ. വലിയൊരു സൈസ് ആണെങ്കിലേ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അത് സിംറ്റം അനുസരിച്ച് തന്നെയാണ് അത് വന്നെ. ബെറിബറീസ് വൾഗാരിസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്കോപോഡിയം വരാം, ഹൈഡ്രാഞ്ചി വരാം, പിന്നെ പിന്നെന്താ സോളിഡാഗോ വരാം. അതിന് ഓരോന്നിനും ഓരോ സിംറ്റംസ് ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ, ഞാൻ നോക്കിയില്ലായിരുന്നു. ക്ലാസ് കേൾക്കാനായിട്ട് വന്നതാണ് അല്ലേ? അതെ കേൾക്കാൻ വന്ന പിന്നെ അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞേനെയിരുന്നു. ഞാൻ നോക്കിയില്ല. സേട്ട് സാർ മറന്നുപോയോ എന്തോ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യം. രാജൻ സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. രാജൻ സാർ ഉണ്ടോ? സ്ട്രക്ചർ ഓഫ് യൂറിത്ര വരെയാണെങ്കിൽ നമ്മൾക്ക് നല്ല മെഡിസിൻസ് ഉണ്ടല്ലോ. പെട്രോളിയം, ക്ലിമാറ്റിസ് അങ്ങനെയൊക്കെ വരാം. അത് ഡയലറ്റേഷൻ ആഫ്റ്റർ ആണെങ്കിൽ മാക്മ്യൂർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കത്തീറ്റർ ഇട്ടിട്ട് യൂറിന്റെ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാക്ഫോസ് നല്ല മെഡിസിൻ ആണ്. മാക്ഫോസ് മാത്രമല്ലല്ലോ, വേറെ ഏതോ ഒരു മെഡിസിൻ ഉണ്ട്. ഇല്ല, ഇതാണ് കീനോട്ടില് ഇമ്പോർട്ടന്റ് ആയിട്ട് മാക്ഫോസ് ആണ് പറഞ്ഞേക്കണത്. എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ എടുത്ത് കത്തീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ് കത്തീറ്റർ ഇട്ടതിന് ശേഷം വരുന്നതിന് കീനോട്ടില് മാക്ഫോസ് നല്ല ഇൻഡിക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ യൂറിക് ആസിഡ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒഫൻസീവ് യൂറിൻ ഒക്കെ ഇട്ട് വരണമെന്നുണ്ടെങ്കിൽ ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക് കൂടുതൽ മാർക്ക് ഉള്ളത്. പിന്നെ ഫോക്കസ് കാക്ടി, ലൈക്കോപോഡിയം ഒക്കെ ഉണ്ടാവും. സറിസപ്രല പറഞ്ഞില്ല, അത് വരും. യൂറിനറി ഇൻഫെക്ഷനും കൊള്ളാം. റെഡ് സാൻഡ് ക്രിസ്റ്റൽസിനും ഒക്കെ കൊള്ളാം. കുട്ടികൾക്കല്ലേ കൂടുതലും വരുന്നത് അത്. സെഡിമെന്റേഷൻ ഉണ്ടെങ്കിലും കൊടുക്കാം അങ്ങനെ. പിന്നെ ഈ യൂറിൻ സ്പ്ലിറ്റ് ആയിട്ട് പോണതിനൊക്കെ ഓരോന്നിനും നമുക്ക് മെഡിസിൻ ഉണ്ടല്ലോ. ഉണ്ട്. അത് ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നം ഉള്ളപ്പോഴാണ് സ്പ്ലിറ്റ് ചെയ്ത് യൂറിൻ. പിന്നെ യൂറിനേഷൻ ഡിഫിക്കൽട്ട് ഡെലിവറി ആഫ്റ്റർ ആണെങ്കിൽ എപ്പിസും എക്യുസിറ്റും കൊടുക്കാം. ചില അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ചില കേസുകളിൽ ഡെലിവറി കഴിഞ്ഞ് വന്നാൽ മൂത്രം പോവാൻ കുറെ സമയം എടുക്കും. അപ്പൊ ഡെന്റീഷന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ റിജിറോൺ കൊടുക്കാം. ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏതൊക്കെയാണ് മെഡിസിൻ പറഞ്ഞത് ഡോക്ടർ? എപ്പിസും എക്യുസിറ്റും. എപ്പിസും ഓക്കെ. പിന്നെ ഡെന്റീഷന്റെ ടൈമിലാണെങ്കിൽ റിജിറോൺ വരും. കുട്ടികളിലോ? പിന്നെ ഫോഴ്സസ് ഡെലിവറിക്ക് ശേഷമാണ് മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാഴ്സമാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ലത്. ഞാനിപ്പോ പതക്ക് നോക്കിയിട്ടാണ് പറയണത്. പിന്നെ ഇതുണ്ടല്ലോ ഡോക്ടറെ, നമ്മൾക്കുള്ള മെഡിസിൻ പ്രസൻസ് ഓഫ് അതേഴ്സ് യൂറിൻ പോവാൻ പാസ് ചെയ്യണത്. അംബ്രയല്ലേ? അതെ. ഹെപ്പാർ വരും, മ്യൂറിറ്റിക് ആസിഡ്, നാട്രമ്യൂർ, ടെറന്റുല അങ്ങനെയൊക്കെ വരും. മെയിൽസിലാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെഡോറിനം, പെട്രോസിലിയം, സെലിനം, പിന്നെ എപ്പിസ് ഒക്കെ വരാം. പെട്രോസെലിനത്തിന് മെഡോറിനം ഉണ്ട്. പെട്രോസെലിനത്തിന്റെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. യൂറിൻ പാസ് ചെയ്യാൻ മുട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ വെറുതെ വെറുതെ ഡാൻസ് കളിക്കും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അത്രമാത്രം പ്രയാസം കൊണ്ട് അവരങ്ങോട്ട് ഇതായി പോകും. അവർക്ക് അത്രയും ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും അറ്റത്ത്.
അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതിന് ഏതാ മെഡിസിൻ പറയുന്നത്? പെട്രോസെലിന. പെട്രോസെലിൻ. പെട്രോസെലിന. ഹലോ സാറ്. പറഞ്ഞോ ജയലളിത ഡോക്ടറെ. പിന്നെ മൂത്രം പതുക്കെയാണ് പോണേന്നുണ്ടെങ്കിൽ ഫീബിള് ഫോഴ്സ് കുറഞ്ഞ് പതുക്കെ പോണേ, നല്ല ശക്തി കുറഞ്ഞ് വളരെ പതുക്കെ പോവേണമെന്നുണ്ടെങ്കിൽ അലൂമിന, ആർണിക്ക, കോസ്റ്റിക്കം ഈ ഇൻവോളണ്ടറി യൂറിൻ പോണേനെങ്കിലും കോസ്റ്റിക്കം വരുമല്ലോ. ഹെപ്പാർ സൾഫ് ഉണ്ടോ ഈ സ്ലോ യൂറിൻ? വളരെ വരുന്നുണ്ട്. ഹെപ്പാറിന് നല്ല മാർക്ക്. ലൈക്കോപ്പൊടി ഉണ്ട്, മ്യൂറാറ്റിക് ആസിഡ്, സരസപ്രലാസ്, എപ്പി ഒക്കെ വരാം. ഡ്രോപ്സ് വെർട്ടിക്കലി ഫോഴ്സ് ഇല്ലാണ്ട് നേരെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഹെപ്പാറിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത്. ഹെപ്പാർ ഫോഴ്സ് കുറഞ്ഞ് താഴോട്ട് പോണേ അല്ലേ? വെർട്ടിക്കലി പോണെങ്കിൽ. പിന്നെ ഭയങ്കര ബ്ലാഡറിൽ വേദന ഉണ്ടെങ്കിൽ കൽക്കേറിയ ഫോഴ്സ് പറയുന്നുണ്ട്. നല്ല വേദന ഉണ്ടെങ്കിൽ വേദനയ്ക്ക് കൽക്കേരിയ ഫോഴ്സ് ആണ്. വയലന്റ് പെയിൻ ഇൻ ബ്ലാഡർ വരെയാണെങ്കിൽ. പിന്നെ വയറ്റിന്ന് പോകാൻ പിടുത്തം വന്നിട്ട് അപ്പം മൂത്രം പോവാനും പിടുത്തം വരണമെങ്കിൽ, അതായത് യൂറിനേഷൻ ഇത് കോൺസ്റ്റിപ്പേഷൻ വിത്ത് ആണെങ്കിൽ സാരസപ്രലാണ് പറയണത്. സരസപ്പാരില്ല. കോൺസ്റ്റിപ്പേഷനും യൂറിനേഷൻ കോൺസ്റ്റിപ്പേഷൻ വിത്ത് കോൺസ്റ്റിപ്പേഷന്റെ കൂടെ യൂറിനേഷൻ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാരസപ്രലാണ് പറയണത്. പെയിൻഫുൾ മെക്ചറേഷൻ വിത്ത് കോൺസ്റ്റിപ്പേഷൻ സരസപ്പാരില്ല അല്ലേ? അതോടൊപ്പം തന്നെ മൂത്രത്തിന്റെ കൂടെ തന്നെ ഹെമറേജ് കൂടി വരണ വൈബർണം പറയുന്നുണ്ട്. വൈബ്രനോ മോപ്പുലസ്. അതെ. പ്രഗ്നൻസിയിലാണെങ്കിൽ പോഡോഫില്ലാണ് പറയണത്. ബ്ലാഡർ ഇൻഫ്ലമേഷൻ എന്നുള്ളൊരു കേസ് ഉണ്ടല്ലോ നമുക്ക്, സിസ്റ്റൈറ്റിസ്. നോക്കണം. പിന്നെ നമ്മൾക്ക് യൂറിന്റെ കളറൊക്കെ അനുസരിച്ച് നമുക്ക് കൊടുക്കാമല്ലോ. ബ്ലഡി യൂറിൻ ആണെങ്കിൽ ബ്ലൂയിഷിന് നൈട്രിക് ആസിഡ് ആണ് പറയണത്. യൂറിൻ ബ്ലൂയിഷ് ആവും. നൈട്രിക് ആസിഡ്. പിന്നെ കാറ്റ് ലൈക്ക് സ്മെൽ ആണെങ്കിൽ വയോള ട്രൈക്കോളർ. ഹോഴ്സ് സ്മെല്ലിംഗ് യൂറിൻ ആണെങ്കിൽ സെപ്പിയ ആണോ അല്ലേ? നൈട്രിക് ആസിഡ്. ആസിഡ് നൈട്രിക് ആവും. ബെൻസോയിക് ആസിഡ് ഉണ്ട് ഡോക്ടറെ. ഹോഴ്സ് ലൈക്ക് ബെൻസോയിക് ആസിഡും നേട്രം കാർബും നൈട്രിക് ആസിഡും വന്നിട്ടുണ്ട്. അതാ പറഞ്ഞ നൈട്രിക് ആസിഡ്. അത് ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാണ് ഞാൻ. ഗാർലിക് സ്മെല്ലിനാണെങ്കിൽ കുപ്രമാൾസും ഫോസ്ഫറസും വന്നിട്ടുണ്ട്. ഫോസ്ഫറസും കുപ്രമാൾസും അല്ലേ? ഗാർലിക് സ്മെല്ല്. അതെ. പിന്നെ ഫ്രോത്തി നമ്മളുടെ ഈ ഡയബറ്റിക്കിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ പ്രോട്ടീൻ ഒക്കെ പോയി കഴിയുമ്പോഴാണ് ആ ഫ്രോത്തി കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഇതിലാണെങ്കിൽ കൂടുതൽ ഇൻഡിക്കേഷൻ ഇതിൽ പറയുന്ന ചെലിഡോണിയം, കാലികാർബ് ഒക്കെയാണ്. ലാക്ടേസിസ്, സ്പോഞ്ചിയ, അതിനൊക്കെയാണ് കൂടുതൽ മാർക്സ് വരുന്നത്. മറിയാമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മറിയാമ്മ ഡോക്ടറെ. അല്ല, ഞാന് സാറ് കയറുകയല്ല, പകരം ദേവൻ ഡോക്ടർ ഇപ്പം കയറും. എനിക്ക് ഈയിടെ ഒരു കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് കൊണ്ടുവന്നു. അതില് ഈസ്റ്റ് കാണിച്ചു. ആദ്യം പസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അടുത്ത സെക്കൻഡ് ഇതിൽ ഈസ്റ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പൊ അത് ഫംഗസിന്റെ ഒരു ഇതായതുകൊണ്ട് അതിന് തൂജ കൊടുത്ത് അത് മാറി. പറയാമോ? യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടൊരു കുട്ടി വന്നതാണ്. പക്ഷെ യൂറിൻ ടെസ്റ്റ് ചെയ്തതിനകത്ത് ഈസ്റ്റ് ഉണ്ടെന്ന് കാണിച്ചു. അത് തൂജ കൊടുത്ത് അത് മാറി. തൂജ.
ഓക്കെ. ഇനി ഡോക്ടേഴ്സിന് ആർക്ക് വേണമെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണം, എന്നാലേ എനിക്ക് വിളിക്കാൻ പറ്റൂ കേട്ടോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാം, അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഈ ഇതിനകത്തിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവര് സംസാരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ മറിയാമ്മ ഡോക്ടർക്ക് പറയാൻ? പിന്നെ ഈ കൾച്ചർ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പം ആര് ഇൻഫെക്ഷൻ ആയിട്ട് വന്നാലും കൾച്ചർ ചെയ്ത് നോക്കാറുണ്ട്. അതിൽ ഈക്കോളെ ആണെങ്കിൽ ഈക്കോളെ തട്ടി കൊടുക്കാറുണ്ട്. പിന്നെ ക്ലബ്സിലെ വൈറസ് ബാക്ടീരിയ ആണെങ്കിൽ നമുക്ക് ഭാഗ്യലക്ഷ്മി മാഡം ഒരിക്കൽ സ്പോഞ്ചിയ ടിഞ്ചറാണ് അതിന് പറഞ്ഞത്. ഏതിനാണ്? ഈ ക്ലബ്സിലെ ബാക്ടീരിയക്ക് കൾച്ചർ ചെയ്തപ്പോ അല്ലേ? കൾച്ചർ ചെയ്തപ്പോൾ അത് അങ്ങനെ കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൾച്ചർ ചെയ്യുന്നോണ്ട് അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. പണ്ടൊക്കെ കൾച്ചർ അലോപ്പതി മരുന്ന് കണ്ടുപിടിക്കാനാണെന്നുള്ള വിചാരത്തില് കൾച്ചർ ചെയ്യിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഏതാണ് അതിന് ഉള്ളതെന്ന് കണ്ട് അതനുസരിച്ച് മരുന്ന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ. ഡോക്ടർ സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ കൂടുതലായിട്ട് ഏത് മെഡിസിൻ ആയിരുന്നു ഉപയോഗിക്കുന്നത്? ഞാൻ കൊടുക്കുന്നത് ദാഹമില്ല, മൂത്രം പോകുന്നതിന് മുമ്പും പോകുമ്പോഴും പോയി കഴിഞ്ഞും വേദനയുണ്ടെന്നും പോകാൻ ഡ്രോപ്പായിട്ട് പോകുന്നു അങ്ങനെ പറയുവാണെങ്കിൽ എപ്പിസ് കൊടുക്കും. അടിവയറ്റിലെ വേദനയും ചെറിയൊരു നീറ്റലും അങ്ങനെയൊക്കെയുള്ള ഇത് ബ്ലഡ് RBC കാണിക്കുകയൊക്കെ ആണെങ്കിൽ ലൈക്കോപോഡിയം കൊടുക്കും. പിന്നെ നല്ല ബേണിംഗ് പറയുവാണെങ്കിൽ ബേണിംഗ് ഉണ്ടെങ്കിൽ അത് കാന്താരിസ് കൊടുക്കും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ നടുവ് വേദന ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങനെ ഒരു സിംറ്റം കൂടെ പറഞ്ഞാൽ ബെർബറീസ് വൾഗാരിസ് കൊടുക്കും. പിന്നെ യുവാഊസി ഡോക്ടർ പറഞ്ഞ പോലെ കൊടുക്കാറുണ്ട്. മിക്കവാറും ഇതെല്ലാം കൊണ്ട് തന്നെ മാറാറുണ്ട്. പിന്നെ പനിയുള്ള കേസിൽ പൈറോജൻ കൂടെ കൊടുക്കും. ഓക്കെ മറിയാമ്മ ഡോക്ടറെ. ദേവൻ ഡോക്ടർ കയറിയിട്ടുണ്ടല്ലോ. ദേവൻ ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ദേവൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് സംസാരിക്കാൻ പറയാനുള്ളത്? ഡോക്ടർക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇതെല്ലാം പറയാം. ദേവൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. നമസ്കാരം. 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 ഇപ്പൊ എന്താ ഡിസ്യൂറിയ ആണ്? ഏതെങ്കിലും പറഞ്ഞാൽ മതിയോ? അതോ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് എന്തും പറയാം എന്ന് പറയാം. വിചാരിച്ചിനി പ്രത്യേകിച്ച് വിഷയം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. പിന്നെ പ്രധാന ഇപ്പം നമ്മൾ ഈ നൊക്ടേണൽ എന്യൂറിസസിന് സാധാരണ കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ക്രിയോസോട്ടാണ്. ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ ക്രിയോസോട്ടാണ്. ക്രിയോസോട്ടത്തിന്റെ ഒരു പ്രത്യേക സിംറ്റം എന്ന് പറയുന്നത് ഈ ക്രിയോസോട്ടം ഡ്രീം പുറത്താണ് നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് വളരെ പ്രായമുള്ള ഒരു വല്യമ്മ എൻ്റെ അടുത്ത് പണ്ടാണ്, അവർ മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് പറഞ്ഞ് എനിക്ക് നല്ല അവരുടെ ഒരു ധാരണ അവർ പുറത്താണ് നിൽക്കുന്നത്. അല്ല ടോയ്ലറ്റില് അവരൊക്കെ പുറത്തെന്ന് ഉദ്ദേശിക്കുന്നത് അവര് സാധാരണ വീട്ടിലെ, അപ്പൊ അവരുടെയൊക്കെ വീട്ടിൽ അവര് പുറത്താണ്, ടോയ്ലറ്റിലല്ല. അപ്പൊ പുറത്താണെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ മൂത്രം ഒഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് ഇത് അങ്ങനെയാണ് എനിക്ക് ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ഡ്രീമിംഗ് വെയിൽ എന്നുള്ളത് ആസിഫ് ഇത് അതിന് ക്രിയോസോട്ടം നല്ല മരുന്നാണ്. അതോടൊപ്പം ഡീപ്പ് സ്ലീപ്പിലുള്ളതിനും ക്രിയോസോട്ടം കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെ ഉണർത്താൻ പാടാണെങ്കിൽ ഈ മൂത്രം ഇപ്പൊ കുട്ടികൾ എത്ര തട്ടി വിളിച്ചാലും അവർ ഉണരത്തില്ലെങ്കിൽ അതിന് ക്രിയോസോട്ടം വളരെ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യാറ്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ബെൻസോയിക് ആസിഡ് കൊടുക്കാറുണ്ട്. അതും കുട്ടികളിലും വലിയവർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇക്വിസെറ്റം
ഒരു നല്ല മെഡിസിൻ ആണ്. പിന്നെ ക്വിസെറ്റം ഏത് പൊട്ടൻസിയാണ് ഡോക്ടറെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളത്? എങ്ങനെ എക്വിസിറ്റത്തിന് ഹാബിറ്റ് വിത്തൗട്ട് എനി പതോളജിക്കൽ ഒരു അതല്ല. ഹാബിറ്റ് ആയിട്ട് ചില കുട്ടികൾ ഏത് പൊട്ടൻസിയാണ് ഫലപ്രദമായി തോന്നിയത്? 30 ആണ് കൊടുക്കാറുള്ളത്. 30 ഓക്കെ. 30 ആണ് കൊടുക്കാറുള്ളത്. പിന്നെ നാട്രമോർ ഒരു പ്രധാന മെഡിസിൻ ആണ്. പിന്നെ ഉള്ള മെഡിസിൻ എന്ന് പറയുന്നത് കോസ്റ്റിക്കം. കോസ്റ്റിക്കം വളരെ പ്രധാന. പിന്നെ ഏതാണ്ട് ഓർക്കുന്നുണ്ടോ? ട്യൂബർക്കുലിനം. ട്യൂബർക്കുലിനം നല്ല മെഡിസിൻ ആണ്. വെയിംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സിനായോ അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ബെൻസോയിക് ആസിഡിൻ്റെത് ഭയങ്കര സ്മെല്ലുണ്ടായിരിക്കും. ഡേ ടൈമിലാണെങ്കിൽ ഫ്ലോറിക് ആസിഡ് ആണ്, ബെൻസോയിക് ആസിഡ് അല്ല. ഡേ ടൈമിലാണെങ്കിൽ ഫ്ലോറിക് ആസിഡ് വരാറുണ്ട്. പിന്നെ ഉള്ളത് ബോയ്സിന് റെസ്റ്റോക്സ്. ഇവിടെ ഒരാൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞ ഉടനെ ഞാനൊന്ന് കയറുകയായിരുന്നു. വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു മെമ്മോറാണ്ടത്തിന്റെ വർക്കിലായിരുന്നു. അപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് കയറിയത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഫസ്റ്റ് സ്ലീപ്പിലാണെങ്കിൽ കോസ്റ്റിക്കം, സെപ്പിയ. ഫസ്റ്റ് സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറങ്ങി അധിക സമയം ആകാതെ ആണെങ്കിൽ കോസ്റ്റിക്കം, സെപ്പിയ ഒക്കെയാണ് കൊടുക്കണം. പിന്നെ ഇതിന് സമയമുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റുമോ? വല്ല എക്സിമയൊക്കെ വന്ന് അത് ഉണക്കിയതിനൊക്കെ ശേഷമാണെങ്കിൽ സോറിനും. അത് ഫുൾ മൂണിനും സോറിനും കൂടാറുണ്ട്. അത് പ്രത്യേകം ഓർത്തോണം. ഫുൾ മൂണിനും കൂടാറുണ്ട്. പിന്നെ എക്സിമയൊക്കെ വന്നിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇത് പ്രത്യക്ഷം. അതിന് മുമ്പ് അവന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇത് ഇങ്ങനെ മറ്റേ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് എന്ന് പറയുകയാണെങ്കിൽ സോറിനാണ് മെഡിസിൻ. പിന്നെ സോറിനത്തിന്റെ സിംറ്റം അവർക്ക് കാണും ആ കുട്ടികൾക്ക്. ചെറുപ്പത്തില് നമുക്കറിയാമല്ലോ, സോറിനം കുട്ടി ഭയങ്കര അതിന്റെ കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് പീപ്പിളില് CK4 നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ ഈ ഡ്രീമിങ്ങിന് നമുക്ക് വേറെ മെഡിസിൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആക്ഷൻ കിട്ടിയിരിക്കുന്നത് ക്രിയോസോട്ടം തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? വെയിംസിന് സൈലിഷ ഇവിടെ വരുന്നുണ്ട്. സിന വരും. സിന കുട്ടി കിടക്കുന്ന രീതി അറിയാമല്ലോ. പിന്നെ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഉള്ള നമുക്കറിയാമല്ലോ. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ പോകുന്നതിന് പിന്നെ കോസ്റ്റിക്കം പോലുള്ള മെഡിസിനാണ്. പൾസാറ്റില, കോസ്റ്റിക്കം ഒക്കെ നമുക്ക്. അതപ്പം ബോധത്തിലാണ്. അത് നൊക്ടേണൽ ന്യൂറോസിസ് അല്ല കേട്ട. അത് ബോധത്തില് എന്നുവെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴാണല്ലോ. അത് ഉണർന്നിരിക്കുമ്പോഴുള്ള കാര്യം. നൊക്ടേണൽ ന്യൂറോസിസിൽ പെടുത്തേണ്ട ഇൻവോളണ്ടറി യൂറിനേഷൻ മാത്രമായിട്ട്. അതെനിക്കൊന്ന് ബ്ലാഡർ വീക്ക്നെസ് കൊണ്ടായിരിക്കും അല്ലേ? അതെ, അതുകൊണ്ടായിരിക്കും. സ്ത്രീകൾക്ക് പൊതുവെ ഈ ഒരു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചെറിയ പ്രൊലാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലാഡറിനെ അത് ബാധിക്കും. പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്നതല്ലല്ലോ. കാരണം 6 ലിഗമെന്റ് ആണ് യൂട്രസിനെ താങ്ങി നിർത്തണം. അതിന് വീക്ക്നെസ് ഉണ്ടാകാമെങ്കിൽ ആ വീക്ക്നെസ് എവിടെ വേണേലും ബാധിക്കാം. അത് ബ്ലാഡറിനെയും ബാധിക്കാം. അപ്പൊ അവർക്കാണ് ഇത് പൊതുവെ കാണാറുള്ളത്. സെപ്പിയ അവർക്ക് കൊടുക്കാം. നാട്രമൂർ ഈ മൂക്ക് ചീറ്റുമ്പോഴുള്ളതാണെങ്കിൽ നാട്രമൂർ കൊടുക്കാം. പിന്നെ മൂക്ക് ചീറ്റുമ്പോൾ ഇത് പോകുന്നതിന്, തുമ്മുമ്പോൾ ഉള്ളതിന് സ്കില്ല ഉണ്ട്. പിന്നെ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിന്നെ ഇത് ഇൻവോളണ്ടറി യൂറിനേഷൻ, അതല്ലാതെ നമുക്ക് സ്പട്ടിങ് ഓഫ് യൂറിനേഷൻ, അത് കൂടാതെ നമുക്കുള്ള മൂത്രാശയ സംബന്ധമായ വേറെ കേസുകൾ. ഡിസ്യൂറിയാണല്ലോ പ്രധാനം. അതാണ് ഞാൻ ഇപ്പൊ വന്നപ്പോ കേട്ടോണ്ടിരുന്നത്. അത് കാന്താറിസ്, ഉവാവർസിയില് ഇത് കൂടുതലായിരിക്കും, പസൽസ് കൂടുതലായിരിക്കും. ടെസ്റ്റ് ചെയ്യുമ്പോൾ പസൽസ് കൂടുതലായിരിക്കും അല്ലേ? പസൽസ് കൂടുതലായിരിക്കും. പസൽസ് കൂടുതലുള്ളതിന് എപ്പീസും വളരെ പ്ലെന്റി എന്ന് പറഞ്ഞ് എഴുതി വരുന്നതിന് ഞാൻ പണ്ടെനിക്ക് ഒരു ഇങ്ങനെ ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് എപ്പീസ് കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ വെറും ബ്ലൈൻഡ് അല്ല, പ്ലെന്റി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ന്യൂമറസ് എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഒരു 200 വരെയൊക്കെ അവർ എണ്ണി എഴുതും.
അതിനപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ എഴുതാറില്ല. അപ്പൊ ഒരു പസൽസ് അത്രയൊക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഞാൻ സാധാരണ വാർസിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എപ്പീസാണ് കൂടുതലായിട്ട് ആക്ഷൻ കിട്ടിയിരിക്കുന്നത്. എപ്പീസിന്റെ ദാഹക്കുറവ് ഉണ്ടാവും, ബേണിങ്ങും എപ്പീസിനുണ്ടാവും. ഈ കാന്താരസ് പോലെ തന്നെ ബേണിങ്ങും ആർട്ടിക്ക യൂറൻസിനും നല്ല ബേണിങ് ഉണ്ടാവും. പിന്നെ ഒരു ആന്ത്രാക്സിനം ഒരു ബേണിങ് എന്നുള്ള പൊതുവായിട്ട് വെച്ചിട്ട് ഒരു നോസാഡായിട്ട് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്സിൻ, സ്റ്റഫേലോകോക്സിൻ, ഹെപ്പാർ സൾഫ് ഞാൻ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കാറുണ്ട്. ഇത് മൂന്നും വണ്ണമാണ് ഭയങ്കര വളരെ ക്രോണിക് ആയിട്ടുള്ള സിസ്റ്റൈറ്റിസ് ഒക്കെ വന്നിട്ട് അലോപ്പതി ആന്റിബയോട്ടിക് ഒന്നും ആക്ട് ചെയ്യാതെ വരുന്ന കേസുകളിൽ പഴുപ്പ് തന്നെ പോകുന്നെന്നൊക്കെ വന്ന ആൾക്കാർ പറയും. അങ്ങനെയുള്ള കേസുകളിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈക്കോളൈ കൊടുക്കാറുണ്ട്. ഈക്കോളൈ അതോടൊപ്പം തന്നെ ഈക്കോളയും കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു ഇതിനെ പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് വേണേൽ വിളിക്കാം. പക്ഷെ എനിക്ക് നല്ല ആക്ഷനാണ്. ഞാൻ ഈക്കോളൈ 230 ആണ് കേട്ടോ കൊടുത്തിരിക്കണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈക്കോളൈ എൻ്റെ വണ്ണം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പലതവണ. പിന്നെ 13-200 കൊണ്ട് മാറിയത് കൊണ്ട് ഞാൻ വണ്ണം മേടിച്ചിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇനി മേടിക്കണമെന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് പൊട്ടൻസി ഇങ്ങനെ ഓർത്തപ്പോഴാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. സ്ട്രെപ്റ്റോകോക്സിൻ, സഫേലോകോക്സിൻ, ഹെപ്പാസൾഫ്, പൈറോജൻ ഇതെല്ലാം വണ്ണമാണ് കൊടുക്കുക. കാരണം അവിടെ പയൂറിയ പസൽസ് ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ സിംറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ സ്റ്റെപ്റ്റോസ്റ്റഫൈലൊക്കെ കൊടുക്കാനായിട്ട് ഒരു DD ഒന്നും കിട്ടാറില്ല. അതേസമയത്ത് ഹെപ്പാറിന് കുളിര് ഉണ്ടാവാം, പൈറോജനും അതുപോലെ തന്നെ ഭയങ്കര ചിൽനെസ് വിത്ത് ബോഡി പെയിൻ ഭയങ്കരമായിട്ട് ഉണ്ടാവാം. നക്സോമും അങ്ങനെ വരുമ്പോൾ കൊടുക്കാറുണ്ട്. ഈ നക്സോമിന്റെ ഒരു പ്രധാന സിംറ്റം ഞാൻ കണ്ടിരിക്കുന്നത് ഈ യൂറിൻ പോകാൻ തോന്നുമ്പോൾ നമുക്ക് ടെനസ്മസ് മറ്റേ ബ്ലാഡറിൽ മാത്രമല്ല റെക്റ്റത്തിലും ഉണ്ടാവും, വയറ്റിൽ മോഷനും പോകണമെന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ നല്ല കുളിരുണ്ടെങ്കിൽ ചെറിയ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നക്സോമും കൊടുക്കാം. എന്നിട്ട് ഫ്രീക്വന്റ് അർജിങ് ടു സ്റ്റൂളും കൂടി ആ കൂട്ടത്തിലുണ്ട്, ഇതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇത് കൂടി കൊടുക്കാം. അതിന് അലോസ് വേറെ റെക്ടൽ കംപ്ലൈന്റിന് അലോസ് പറയുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ച ഇവിടെ ബ്ലാഡറിൽ ഉണ്ടാകുന്ന സിസ്റ്റൈറ്റിസോ ഡിസ്യൂറിയായോ ഒക്കെ അത് ക്രോണിക് സിസ്റ്റൈറ്റിസിന് ഈ പറഞ്ഞ വളരെ പലയിടത്തും പോയി ചികിത്സിച്ചിട്ട് മാറാതെ വന്ന കേസുകളൊക്കെ ബെഡ് റിഡൻ ആയിട്ട് കത്തീഡ്രൈസേഷന് ശേഷമുള്ള കേസുകൾക്ക് പോലും നമ്മൾക്ക് ഇത് വ്യത്യാസം വരാറുണ്ട്. വ്യത്യാസം എന്നല്ല, പലപ്പോഴും ക്യൂർ തന്നെ വരാറുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്? എല്ലാം പറയാൻ നമുക്ക് മൂത്രാശയ സംബന്ധ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് മൂത്രത്തിൽ കല്ല് ഒഴിവാക്കാൻ പറ്റൂലല്ലോ, അതുകൂടെ ബെർബറീസ് വൾഗാരിസ് ആണ് നമ്മൾക്ക്. പിന്നെ വെസിക്കേറിയ ആരും പറയാത്ത. ആദ്യ സംശയം ചോദിച്ചോട്ടെ, എത്ര മില്ലിമീറ്റർ വരെ ഉള്ള അല്ലെങ്കിൽ എത്ര സൈസ് എത്ര വരെ ഉള്ളതെന്ന് നമുക്ക് മരുന്ന് കഴിച്ച് ഒരു 3 mm വരെയൊക്കെ പോകാം. അതിന് വലുതും ചിലത് പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നീളത്തിലുള്ള അത് 2 ആക്സിസിൽ നിന്ന് എടുക്കുമല്ലോ. അപ്പോ വീതി കുറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ക്യാപ്സ്യൂളിന്റെ ഷേപ്പിൽ എനിക്കൊരു പേഷ്യന്റ് എടുത്തുണ്ടോ എന്ന് കാണിച്ച് ക്യാപ്സ്യൂള് പോലെ ഇരിക്കും. അപ്പൊ വീതി കുറവും നീളം കൂടുതലുമായിരുന്നു. അപ്പൊ അത് 3 mm അല്ല 4 mm അല്ലായിരുന്നു, അതിലൊക്കെ കൂടുതലായിരുന്നു. ഒരു 1 centimeter കൂടുതൽ നീളം ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് നേരെ തന്നെ വന്നു ഇതിനകത്തുകൂടി പോന്നു. അത് വെസിക്കുലർ കാൽക്കുലേ ആയിരുന്നു, അല്ലാതെ റീനൽ അല്ല. റീനലോ യൂറിറ്ററിക്കോ അല്ല. യൂറിറ്ററിക്കും റീനലും ഒക്കെ ആണെങ്കിൽ അതിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പ്രയാസം വരുമായിരിക്കും. എന്തായാലും ഇത് പോയി. നല്ല പെയിനായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. അത് കാശി വിശ്വേശ്വരൻ എന്ന് പറഞ്ഞൊരു നെഫ്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം അത് കഴിഞ്ഞ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അദ്ദേഹം എൻ്റെ ഒരു പേഷ്യന്റ്, ഒരു ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇരുന്നേ യൂറിൻ പാസ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല, ഏത് മനുഷ്യനും ഉണ്ടാവുള്ളൂ. എനിക്കും ഉണ്ടായിരുന്നു ചെറിയ അഹങ്കാരം. അപ്പൊ ഞാൻ ഒരുപാട് അച്ഛൻ ചേച്ചി ഇങ്ങനെ പേഷ്യന്റ് ആവശ്യത്തിന് കിട്ടുമായിരുന്നു. പിന്നെ അതിൽ പലരോടും നമ്മൾ യൂറിൻ സ്റ്റോണിന് മരുന്ന് കൊടുത്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ആരോടും ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞപ്പം ഇതെന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു.
ഞാനൊരു പുരുഷോത്തമൻ എന്നും പറഞ്ഞിട്ട് അയാളുടെ മരുമകൾ ഒരു ഹോമിയോ ഡോക്ടറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു കല്യാണത്തിന് മുമ്പ്, അതായത് മകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങേർക്ക് സ്റ്റോൺ ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ മരുന്ന് കൊടുത്ത് വിട്ട് അങ്ങേര് രാത്രിയില് യൂറിൻ പാസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ പോകുന്ന ആ ഒരു സെക്കൻഡിലെ വേദന കൊണ്ട് അങ്ങേര് ബോധം കെട്ട് വീണത് കറക്റ്റ് ഒരു അരകല്ലും, ഇത് അത്ര കൃത്യമായിട്ട് ഓർക്കണം, അത് പുള്ളി ഒരു കഥ പോലെ വന്ന് എന്നോട് പറഞ്ഞു. അരകല്ലും ഉണ്ട്, ഒരു തെങ്ങും കുറ്റി ഉണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് വീണു. അതുകൊണ്ടൊന്നും പറ്റിയില്ല. നേരം വെളുക്കുന്നവരെ അവിടെ കിടന്നു മഴ, എന്നിട്ട് ആ ബോധക്കേടിന്റെ പുറത്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കവും കൂടി 3 മണിക്കോ മറ്റാണ് എഴുന്നേറ്റ്, 3-2 മണിക്കാണ്, അർദ്ധരാത്രിക്ക് ശേഷമാണ് എഴുന്നേറ്റ് പോകുന്നത്. പക്ഷെ അത് അവിടെ ചെന്ന് ഇത് ഈ പാസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഈ പാസ് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര അസഹ്യമായ വേദനയാണ്. അപ്പോൾ നമ്മൾക്കൊരു അൺകോൺഷ്യസ്നെസ് നമ്മുടെ ശരീരം തന്നെ വരുത്തുന്നതാണത്. അപ്പൊ അത് നമ്മൾ ഇങ്ങേരിത് പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരോടും പറയും ഇങ്ങനെ, പ്രത്യേകിച്ച് അത് പുരുഷന്മാരോടാണല്ലോ അത് പറയണ്ട, സ്ത്രീകൾക്ക് പിന്നെ അവരങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം ഇരുന്നിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അടി തലേന്ന് എങ്ങും പോയി അടിക്കത്തില്ല. പിന്നെ കാശി വിശ്വേശ്വരൻ പറഞ്ഞ ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. ഈ നമ്മള് അദ്ദേഹത്തിനോട് പറഞ്ഞ്, അന്ന് പുള്ളിക്ക് ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് സ്കൂട്ടറാണുള്ള, വെസ്പ ഏതാണ്ട് ഒരു സ്കൂട്ടർ ആയിരുന്നു, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ കാറൊക്കെയാണ്. അദ്ദേഹത്തിനോട് അദ്ദേഹം സർവീസിൽ കയറുന്ന കമ്മീഷണറായിട്ടല്ലല്ലോ. അപ്പൊ അന്ന് സ്കൂട്ടറാണുള്ള, സ്കൂട്ടർ ഗട്ടറിൽ ഉള്ള റോഡിൽ കൂടി സ്കൂട്ടർ ഓടിക്കാൻ പറഞ്ഞു. ഭയങ്കര വേദന വന്നപ്പോ, വെസൈക്കിള യൂറിറ്ററിക് സ്റ്റോൺ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഗട്ടറുള്ള അന്ന് ബ്രേക്ക് പിടിക്കരുതെന്ന് പറഞ്ഞു. ഗട്ടറുള്ള ഇതിൽ കൂടി ഓടിച്ചപ്പോ പുള്ളി പറഞ്ഞ് എനിക്ക് മാറിയെന്ന് പറഞ്ഞു. അതെനിക്ക് നമുക്ക് ആരോട് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഗട്ടറുള്ള ബ്രേക്ക് പിടിക്കാതെ വണ്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ. അതൊരു പൈശാചികമായ ചികിത്സയായി പോകും. അതെ, പക്ഷെ എനിക്ക് അതൊരു അനുഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പുള്ളിയുടെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ പുള്ളിക്ക് അത് വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് അനിയൻ ഓട്ടോയെ കയറ്റി, പിന്നെ ഈ വിങ്ങരുടെ വേദനയും കരച്ചിലും കണ്ട് യൂറിനറി കാൽക്കുലയുടെ പെയിൻ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഭയങ്കര വിയർത്ത് നമ്മൾ അറ്റാക്ക് ആണോ എന്നൊരു സംശയിക്കും, അത്രയ്ക്ക് അതിശക്തമായ വേദനയൊക്കെ വരും. ഈ വേദന കണ്ടിട്ട് അനിയൻ വണ്ടി ഓടിച്ച് വിട്ട് ഈ ഒരു കുഴി ചെന്ന് ഓട്ടോ ചാടി അപ്പുറം കടന്നപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് പറഞ്ഞതാണ്, ഞാനൊരു അനിയനാണെങ്കിൽ ഞാനൊരു അസഭ്യം പറയാനായിട്ട് എൻ്റെ വായിൽ ഇങ്ങനെ ഇടോ എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വേദനയില്ല. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണമെന്ന് മാത്രം പറഞ്ഞു. കാരണം ഈ ചാട്ടത്തില് അത് ബ്ലോക്കായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അത് ആ പൊസിഷൻ ഒന്ന് മാറുമ്പോൾ തന്നെ പെയിൻ മാറും. അങ്ങനെ കാശി വിശ്വേശ്വരൻ പറഞ്ഞ ഈ 2 കാര്യങ്ങളും എനിക്ക്, പക്ഷെ ഞാൻ ഇതുവരെ ഇത് ആരോടും ഉപദേശിച്ചിട്ടില്ല, ഇനി ഒട്ടും സഹിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഈ വണ്ടികൾക്കൊക്കെ ഷോക്ക് അബ്സോർവർ ഒക്കെ നല്ല ഫൈനാണ്. അതുകൊണ്ട് ഗട്ടറിൽ ചാടിയാലും അത്ര എഫക്റ്റ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വളരെ ഫലപ്രദമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ്. പിന്നെ ഉള്ളത് വേറെ ഏതൊക്കെ ഡോക്ടർ മെഡിസിൻ ഏതൊക്കെ പറഞ്ഞ സ്റ്റോണിന് പ്രത്യേകിച്ച്? സ്റ്റോണിന് ഏറ്റവും പ്രധാനം നമ്മുടെ ബെർബറീസ് തന്നെയാണ്. പിന്നെ ബെൻസോയിക് ആസിഡ്, കൽക്കേറിയ കാർബ്, ലിഥിയം കാർബ്, അതൊക്കെ ലിഥിയം കാർബ്, കൽക്കേറിയ കാർബ്, ബെൻസോയിക് ഇതൊക്കെ ലിഥീമിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുമല്ലോ. ലിഥീമിയ ബ്ലഡില് അങ്ങനെയുള്ളതിന് നമ്മൾക്ക് ഈ നമ്മൾ അതിന്റെ പതോളജി കൂടി ഓർത്തേച്ചാൽ മതി. പതോളജി കൂടി ഓർക്കുമ്പോൾ നമുക്ക് അത് വളരെയധികം നല്ല ആക്ഷൻ കിട്ടും. എന്താ പറയാ, പിന്നെ റിക്കറന്റ് ആയിട്ട് വരുന്നതിന് കൽക്കേറിയ റീനാലിസ്, അല്ലെങ്കിൽ ഞാൻ കൽക്കേറിയ റിക്കറന്റ് ആണോ ആകാമായിട്ട് കാത്തൊന്നും ഇരിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇയാൾക്ക് വരുമോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യം എന്തുവാ, നമ്മൾ വരുമ്പോഴേ അങ്ങോട്ട് കൽക്കേറിയ റീനാലിസും കൂടി കൊടുത്തേക്കും. പിന്നെ യൂറിക് ആസിഡ് ഡയാത്തിസിസ് എന്നുള്ളതാണല്ലോ നമ്മൾ ഇതിന് എടുക്കേണ്ട സിംറ്റം. അത് ലൈക്കോപോഡിയം ഒരു പ്രധാന മെഡിസിനാണ്. അപ്പോൾ ലൈക്കോപോഡിയം എല്ലാവരും മറക്കാതിരിക്കുക. അപ്പിക്ക യൂറിൻസ്, ടെറിബിന്ത്, പിന്നെന്തൊക്കെയാണ് ആർട്ടിക്ക യൂറിൻസ് കൊടുക്കേണ്ട ഇൻഡിക്കേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ ഇത്ര കേട്ടിട്ടില്ല, അങ്ങനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. ആർട്ടിക്ക യൂറിൻസ് ഇൻഡിക്കേഷൻ സിവിയർ പെയിൻ, ബേണിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പിക്ക യൂറിൻസിലും ബേണിങ് ഉണ്ട്.
പിന്നെ അതിന്റെ മറ്റ് സിംറ്റം ഒന്നും ഇവിടെ കൺകോമിറ്റ് സിംറ്റം ആയിട്ടൊന്നും എനിക്ക് ഈ അതിന്റെ ഒരു അർട്ടിക്കേറിയാന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പലർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എന്തായാലും അതിന് നല്ല ബേണിംഗ് ഉണ്ട്. പിന്നെ ഒരു എന്തുവാ സ്റ്റിങ്ങിങ് പെയിൻ ഉണ്ടാകാം ഈ ഇതിലൊക്കെ ആണുങ്ങൾക്ക്. പിന്നെ അക്യൂട്ട് ഗൗട്ട് ഉണ്ടാകും. ഗൗട്ട് ഉണ്ടാകുമെങ്കിൽ തന്നെ യൂറിക് ആസിഡ് ഡയാലിസിസുമായിട്ട് അതിന് ബന്ധമുണ്ടല്ലോ. ഗൗട്ട് ഉണ്ടാകണമെങ്കിൽ തന്നെ യൂറിക് ആസിഡ് അതിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ. ആർട്ടിക്യൂറൻസ് ഗൗട്ടിനും കൊള്ളാം. എന്താ ഗൗട്ടിന് ഉപയോഗിക്കുന്നതല്ലേ? ഗൗട്ടിന് ഉപയോഗിക്കണത്. പിന്നെ ബേൺസിനും സ്കാൾസിനും ഉപയോഗിക്കുന്ന മെഡിസിൻ കൂടിയാണല്ലോ അത്. ബേൺസിനും പൊള്ളലിന് അത് നമ്മൾ ഡ്രൈ ഹീറ്റിനും സ്കാൾസ് ഇത് രണ്ടിനും ഉപയോഗിക്കും. അതായത് മറ്റേ ലിക്വിഡ് ആയിട്ടുള്ള വല്ല വെള്ളമൊക്കെ തിളച്ച വെള്ളം വീണിട്ട് പിന്നെ വേറെ ആരെങ്കിലും പറയാനുണ്ടോ? ഞാനിത് വേറെ അല്ല, ഡോക്ടർ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് കംപ്ലീറ്റ് ആക്കിക്കോ. പിന്നെ ഇനി ഭദ്രൻ ഡോക്ടറാണല്ലോ. ഭദ്രൻ ഡോക്ടർ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ ഭദ്രൻ ഡോക്ടറെ. കാൽക്കേരിയ റിനാലിസ് ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നതെന്നും കൊണ്ടൊന്നും പേർട്ടിയാ കൊടുക്കണം. പേർട്ടി മാത്രമേ അത് കൽക്കേറിയ റീനാലിസ് എല്ലാ പൊട്ടൻസി എൻ്റെ കയ്യിൽ ഇല്ല ഉള്ളത് തുറന്നു പറയാം. അതേസമയം ഈ അർട്ടിക്ക യൂറിൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഏകദേശം എല്ലാ പൊട്ടൻസിയൊക്കെ കാണും. അർട്ടിക്ക യൂറിൻസ് മാത്രമല്ല, ബെർബറീസ് ഞാൻ ഈ ടിഞ്ചർ മാത്രമല്ല കേട്ടോ, സിവിയർ പെയിന് ബെർബറീസ് CM റിപ്പീറ്റഡ് ഡോസ് കൊടുക്കും. ബെർബറീസ് വൾഗാരിസ് CM അത് ഭയങ്കര ആക്ഷനാണ്. ബെർബറീസ് CM റിപ്പീറ്റഡ് ഡോസ് കൊടുക്കും. കാരണം ഞാനിത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ ഹനുമാൻ അദ്ദേഹത്തിന്റെ ഒരു 7th എഡിഷൻ ഓർഗനോൺ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പബ്ലിഷറിന്റെ കയ്യിൽ അത് കൊടുത്തതാണ്. തെളിവെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈഫ് ആൻഡ് ലെറ്റേഴ്സിൽ കൃത്യമായിട്ട് ഈ ലൈഫ് ആൻഡ് ലെറ്റേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് പബ്ലിഷർക്ക് കൊടുത്ത് പ്രിന്റിങ് ഏകദേശം ആയി വന്നപ്പോഴാണ് അന്നത്തെ ഇന്നത്തെ പോലെ അസുഖമുള്ള ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു. സിംഗിൾ മെഡിസിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവര് പറഞ്ഞ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞതിന് ഇത് മാറ്റം ഉണ്ടായാലും ശരിയാവത്തില്ല. ഇതൊക്കെ കത്ത് തെളിവാണ്. ഇതെല്ലാം ഇത് നിങ്ങൾക്ക് പേജ് നമ്പർ സഹിതം വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതെല്ലാം കത്തുകൾ തെളിവുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു 7th എഡിഷൻ എഴുതിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഹോമിയോപ്പതി ആയിരിക്കത്തില്ല. അതിനൊരു കാരണം കൂടെ ഉണ്ട്. കാൾ ലൂയിസ് ഏജഡി എന്ന് പറഞ്ഞ് ഒരു ജർമ്മനിയിലെ ഒരു മിലിറ്ററി സർജൻ അങ്ങേരെ കൺവെർട്ട് ചെയ്ത് അലോപ്പതിയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ഹോമിയോപ്പതിയിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹവും ഹനുമാനും തമ്മിലുള്ള കത്തിടപാടുകളുണ്ട്. ഈ പോളിഫാർമസി ആദ്യം മുന്നോട്ട് വെച്ചത് കാൾ ലൂയിസ് ഏജഡിയാണ്. പിന്നെ ഹനുമാൻ ഏറ്റവും അധികം കത്തിടപാടുകൾ നടത്തുകയും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആള് ബോണിഹാസനാണ്. ബോണിഹാസന്റെ ട്രയോസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സൾഫർ കൽക്കേറിയ ലൈക്കോപോഡി അങ്ങനെ ട്രയോസ് ഏറ്റവും അധികം കൊടുത്തുകൊണ്ടിരുന്ന ആള് ബോണിഹാസനാണ്. അതിനെ ഹനുമാൻ എതിർത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനെയൊന്നും ഹനുമാൻ എതിർത്തിട്ടില്ല. ഹനുമാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് കൊടുക്കുകയും ഇത് ലെറ്ററിലൂടെ അന്ന് ലെറ്ററല്ലേ ഉള്ളൂ, ഇന്നത്തെ പോലെ മറ്റു സംവിധാനങ്ങളില്ലല്ലോ. ഈ ലെറ്ററുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓർഗനോൺ മാത്രം വായിച്ചാലോ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കാൻ മാത്രം വായിച്ചാലോ കാര്യമില്ല. ലൈഫ് ആൻഡ് ലെറ്റേഴ്സും കൂടി വായിക്കണം. അപ്പൊ അതില് ഹനുമാൻ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. എങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ 7th എഡിഷൻ നമ്മൾ വായിച്ചിരിക്കുന്ന 6th എഡിഷൻ, അത് പോസ്റ്റമസ് എഡിഷൻ ആണ്. ഹനുമാന്റെ മരണശേഷമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ. അത് അദ്ദേഹത്തിന്റെ ഭാര്യ മിലാനിയുടെ കയ്യിലായിരുന്നു അതിന്റെ കയ്യെഴുത്ത് കോപ്പി. അമേരിക്കൻ ഹോമിയോപ്പതിക് അസോസിയേഷൻ ഞാനിപ്പോ എനിക്ക് പണ്ടൊക്കെ കാണാൻ എത്ര പൗണ്ട് കൊടുത്താണോ അതിന്റെ കയ്യെഴുത്ത് കോപ്പി വാങ്ങിക്കുന്നത്. കയ്യെഴുത്ത് കോപ്പി വാങ്ങി ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്തപ്പോഴല്ലേ നമ്മൾ ഈ സീറോ ബാർ പൊട്ടൻസിയെ കുറിച്ച് അറിഞ്ഞത്. കെന്റ് അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. കെന്റിന്റെ മരണശേഷമാണ് ഈ ഹനുമാന്റെ മരണശേഷം, കെന്റിന്റെയും മരണശേഷം ഈ മാഡം മെലാനിയുടെ കയ്യിൽ നിന്ന് ബോണിഹാസന്റെ മോനെ കൊണ്ട് മാഡം മെലാനിയുടെ സ്റ്റെപ്പ് ഡോട്ടറെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ എന്നിട്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇതൊക്കെ ചരിത്രമാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കും, ചരിത്രമാണ്. അങ്ങനെയാണ് ഇതിന്റെ മാൻസ്ക്രിപ്റ്റ് കൈ വാങ്ങിയിട്ട് അത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് നമ്മൾ ഈ
ഓർഗനോണിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ 5th എഡിഷനുമായിട്ട് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ഒരു 6th കഴിഞ്ഞ ഒരു 7th എഡിഷൻ ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ എന്നുള്ളതും അത് അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ്, ലൈഫ് ആൻഡ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഈ CM ഒക്കെ റിപ്പീറ്റഡ് ഡോസ് കൊടുക്കാറുണ്ട്. റിപ്പീറ്റഡ് ഡോസ് കൊടുത്ത 3 തലമുറയ്ക്ക് ദോഷാന്നൊക്കെ പഠിപ്പിക്കുന്ന സാറുമാരുണ്ട് ഇവിടെ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ പിന്നെ അല്ല വേണ്ട, അത്തരത്തിലേക്ക് ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ വിമർശനങ്ങൾ വേണ്ട. കാരണം പക്ഷെ എനിക്ക് അത് പണ്ട് ഞാനൊക്കെ കുറച്ച് ധാർമ്മിക രോഷം കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ ഇവരൊക്കെ അതികഠിനമായി വിമർശിക്കുമായിരുന്നു. ഹോമിയോപ്പതി ഇന്ന് എത്തേണ്ട നിലയിലൊന്നും നിൽക്കേണ്ട ഒരു സാധനമല്ല. ഇതൊരു ഭയങ്കര സംഭവമായി പോയാൽ അതിന്റെ യഥാർത്ഥ രീതിയിൽ ഇത് ഉപയോഗിച്ചിരുന്നു. പല തരത്തിലുള്ള വിലക്കുകൾ നമുക്ക് വന്നു. അതെന്തെങ്കിലും ആകട്ടെ. അപ്പൊ യൂറിക് ആസിഡ് ഡയാത്തിസ് ആണ് നമ്മൾ അവസാനം പറഞ്ഞത്. കൽക്കേറിയ റീനാലിസ്, ലിഥിയം കാർബൺ ഉണ്ട്, ലൈക്കോപോഡി ഉണ്ട്, പിന്നെ വേണമെങ്കിൽ സ്ട്രോൺഷ്യൻ കാർബും കൊടുക്കാം, കൽക്കേറിയ കാർബ് കൊടുക്കാം, കാർബ് ചേർന്ന് എല്ലാം കൊടുക്കാം. ലിഥിയം ബെൻസോയിക്കും കൊടുക്കാം. ബെൻസോയിക്കത്തിന് നല്ല ഇത് കിട്ടും. പിന്നെ കോൾച്ചിക്കത്തിന് കോൾച്ചിക്കതും കൊടുക്കാം. പിന്നെ ടെറിബിന്ത് ഞാൻ പറഞ്ഞില്ല, ടെറിബിന്ത് പറഞ്ഞായിരുന്നു. ടെറിബിന്ത് എന്തിനാണ്? യൂറിക് ആസിഡ് ടെർബിന്ത് പറഞ്ഞു. യൂറിക് ആസിഡ് ഡയാലിസിസിന് ടെർബിന്ത് നല്ല മെഡിസിൻ ആണ്. പിന്നെ അതിന്റെ പ്രത്യേകത ഇത് ബ്ലഡ് പിന്നെ ഒരു സ്മോക്കി യൂറിൻ വിത്ത് കോഫി ഗ്രൗണ്ട്സ് ഉണ്ടാകും. പിന്നെ വയലറ്റ്സ് വരുന്നത് നമുക്ക് ഇൻഡിഗോ ഉണ്ട് കേട്ടോ. വയലറ്റ് റിംഗ് ആണ് വരുന്നതെങ്കിൽ യൂറിനിൽ വയലറ്റ് റിംഗ് ആണ് വരുന്നതെങ്കിൽ ഇൻഡിഗോ ആണ്. ഇത് വേറെ ഞാൻ പറഞ്ഞത് വയലറ്റ്സ്, ലൈക്ക് വയലറ്റ്സ്, ഓർഡർ ഓഫ് വയലറ്റ്സ്. പിന്നെ ഭയങ്കര ബേണിംഗ് ആയിരിക്കും. പിന്നെ കിഡ്നിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. വയലന്റ് ബേണിംഗ് ആയിരിക്കും, കിഡ്നിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പിന്നെ എന്താ പറയാനുള്ള അത്രയൊക്കെ. ഭയങ്കര ബേണിംഗ് അല്ല പൊതുവെ ഉണ്ടാവും ഇതിന്. ഈ നമ്മള് ബേണിംഗ് എന്ന് പറയുമ്പോൾ കാന്താരസ് നല്ല മെഡിസിനാണ്. കാന്താരസം ഇതാന്നുള്ള രീതിക്ക് പറഞ്ഞതല്ല. പക്ഷെ ഈ കോഫി ഗ്രൗണ്ട് യൂറിനും സ്ട്രോങ് ഓർഡറും ഒക്കെ ഉണ്ടെങ്കിൽ വയലറ്റ്സിന്റെ മറ്റേ വയലറ്റ് റിംഗ് ഉള്ളതാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇൻഡിഗോ നമുക്കറിയാമല്ലോ, മറ്റേ ഈ ഇങ്കിനൊക്കെ കളർ കൊടുക്കുന്നതാണ്. അപ്പൊ അതിനൊരു ബ്ലൂയിഷ് ഒരു വയലറ്റ് കളർ ഉണ്ടാവും. ഇൻഡിഗോയുടെ ആക്ഷൻ അറിയാമല്ലോ. ഇൻഡിഗോ ഈ ഇതിന്റെ ഒരു തരത്തിലും മാറാത്ത ഏനൽ ഇച്ചിങ്ങിന് എല്ലാ മെഡിസിനും ഒക്കെ കൊടുത്തിട്ട് പരാജയപ്പെട്ട ഇൻഡിഗോ കൊടുത്തു കഴിഞ്ഞാൽ മാറാറുണ്ട്. നമ്മള് ഏനൽ ഇച്ചിങ് നമ്മൾ ടുക്രിയം കുറെ മരുന്നുണ്ടല്ലോ നമുക്ക്. മെർസോള്, ടുക്രിയം ഇതൊക്കെ കൊടുത്തിട്ടും ഈ പിൻബേൺ ട്രബിൾ കൊണ്ട് ഏനൽ ഇച്ചിങ് ഉണ്ടാവാം. കൂടാതെ പൈൽസിന്റെ ഉണ്ട് ഏനൽ ഇച്ചിങ് ഉണ്ടാവും കൂടുതലും. പൈൽസിന്റെ ഒക്കെ ആണെങ്കിൽ ററ്റാൻഹിയ നല്ല മെഡിസിൻ ആണ്. പിന്നെ ഒരു മെഡിസിൻ ഞാൻ പറയാനായിട്ട് വന്നായിരുന്നല്ലോ, അത് പോയല്ലോ കയ്യിൽ നിന്ന്. എന്തായിരുന്നു? സിറിന. മെർസോള് പറഞ്ഞു. സിറിന ഒരു നല്ല നോസോഡാണ്. ഇച്ചിങ്ങിനുള്ളതാണോ? ഇച്ചിങ് സിറിനം സേനൽ ഇച്ചിങ്ങിന് നല്ല മെഡിസിൻ. അതൊരു നോസോഡും കൂടിയാണ്. ഒരു നമുക്കത് ഇൻഡിഗോ ഏനൽ ഇച്ചിങ്ങിന് നല്ല മെഡിസിൻ ആണ് അല്ലേ? ഇൻഡിഗോയും ഏനൽ ഇച്ചിങ് എല്ലാ മെഡിസിൻ കൊടുത്തിട്ട് മാറാവുന്ന ഇൻഡിഗോ കൊടുത്തോ. അത് ശരി. അത് ഞാൻ ഇപ്പൊ ആദ്യത്തെ പുതിയൊരു അറിവാണ് കേട്ടോ. ഏനൽ ഇച്ചിങ്ങിന് മറ്റേതെല്ലാം കേട്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പൊട്ടൻസിയും കൂടെ ഇൻഡിഗോ ഏത് അവൈലബിൾ പൊട്ടൻസി എന്നിവർ ഐഡിയൽ പൊട്ടൻസി ഇസ് ദാറ്റ് അവൈലബിൾ എന്നിവർ ക്ലിനിക്. നിങ്ങളുടെ ക്ലിനിക്കിലുള്ള പൊട്ടൻസി അതാണ്, അത് കൊടുക്കുക. പെട്ടെന്ന് അത് കൊടുക്കുക. അതിൽ വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മുകളിലോട്ട് പോകാമല്ലോ. അതെ, നമുക്കൊരു 100 വേണ്ട, 60% ഉറപ്പാണെങ്കിൽ ഈ മെഡിസിൻ തന്നെയാണെന്ന് 60% ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ട് ഹയർ പൊട്ടൻസി മേടിച്ചു കൊടുത്തു നോക്കണം. അത് കൊടുത്തിട്ടും ശരിക്കും കുറവ് കിട്ടുന്നില്ല, ചെറിയ കുറവേ കിട്ടുന്നുള്ളെങ്കിൽ നമ്മൾ ഉടനെ ഹയർ പൊട്ടൻസി മേടിച്ചു കൊടുത്തു നോക്കണം. നമുക്ക് ഉറപ്പുള്ളപ്പോൾ 60 മതി. അല്ലാതെ 70-80 ഒന്നും വേണ്ട. 50 കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അതാണ് മെഡിസിൻ.
കാരണം ഒരേ കണ്ടീഷൻ നമ്മൾ എത്ര രണ്ടുപേര് ചികിത്സിക്കുമ്പോൾ 2 മെഡിസിൻ കൊടുത്ത് ഒരേ കണ്ടീഷൻ പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ എക്സാക്ട് സിമിലർ ഒരിക്കലും എല്ലാവർക്കും കിട്ടാറില്ല. ഏകദേശം ഒരു സിമിലർ ആയി കഴിയുമ്പോൾ അത് അവിടെ ആക്ഷൻ നടക്കും. പക്ഷെ എല്ലാ കേസിലും ഇത് സംഭവിക്കാറില്ല. എക്സാക്ട് സിമിലറത്തിലേക്ക് എത്താൻ എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതാണ്. ആരും കൈ ഉയർത്തിയില്ലേ? അതോ ഞാൻ ഇത് അതെ, എനിക്ക് പറ്റിയ കുഴപ്പം എന്താ വെച്ചാൽ സാധാരണ ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല. ഇന്ന് തയ്യാറെടുക്കാതെ വന്നത് കൊണ്ട് ധനേഷ് ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോ ഓടിക്കൊന്ന് കയറിയത്. അപ്പൊ എന്റെ നിയന്ത്രണം എനിക്ക് കുറച്ചൊരു തയ്യാറെടുക്കാതെ കയറിയിട്ട് വലിയ അപ്പൊ തയ്യാറെടുക്കാതെ കയറിയപ്പോ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ തയ്യാറെടുത്തു വന്നാൽ എന്തായിരിക്കും? തയ്യാറെടുത്താൽ നമ്മള് ലിമിറ്റ് ചെയ്യും. ഇവിടെ വെച്ച് ലിമിറ്റ് ചെയ്യും. മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. ഞാൻ വിമർശിക്കാറുള്ള ഞാൻ ഒരിക്കലും കയറി അങ്ങനെ മൈക്ക് മൊത്തം എടുക്കുന്നത് ശരിയല്ലല്ലോ. അത് തന്നെ. അത് പക്ഷെ ഞാൻ തുടക്കം പോലെ എല്ലാരെയും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ആർക്ക് വേണമെങ്കിലും പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. എല്ലാരെയും ഞാൻ ക്ഷണിച്ചു. ഹാൻഡ് റൈസ് ചെയ്താലേ ആർക്ക് പറയാനുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. എല്ലാവരോടും പറഞ്ഞിരുന്നു. നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ അനിൽകുമാർ. പറഞ്ഞോ ഡോക്ടറെ. ഈ യൂറിക് ആസിഡ് ഡയറ്റസിനെ യൂറിക് ആസിഡ് എന്നൊരു മെഡിസിൻ ഉണ്ട്, വളരെ എഫക്റ്റീവ്. കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ സ്ഥിരം കൊടുക്കാറുണ്ട്, വളരെ എഫക്റ്റീവ് ആണ്. 80-200 ആണ് സ്ഥിരം കൊടുക്കാറ്. അതിന്റെ കൂട്ടത്തിൽ മെഡോറിനം, ഈ ആനുവൽ ഇച്ചിങ്ങിന് മെഡോറിനം. അതിപ്പോ പിൻവെംസ് ആണെങ്കിൽ ഒറ്റ മെഡിസിനേ ഉള്ളൂ നമ്മുടെ നെർ റെപ്പർട്ടറിയിൽ. കൽക്കേരി ആഴ്സ് 30. കൽക്കേരി ആഴ്സ്. പിൻവെംസിന് ഒറ്റ മരുന്നേ അതിൽ പറഞ്ഞിട്ടുള്ളൂ, കൽക്കേരി ആഴ്സ്. അത് ഡോക്ടർ ഇന്നാളെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് മറ്റേ ശിശിർ ഡോക്ടറെ ഒരിക്കൽ ശിശിർ ഡോക്ടർ അത് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കി, വളരെ എഫക്റ്റീവാണ്. കൽക്കേരി ആഴ്സ് പൊട്ടൻസി 30. ഓക്കെ. അപ്പോ നമ്മുടെ സേട്ട് സാറിന്റെ എക്സ്പീരിയൻസിലാണ് ഈ മെഡോറിനം ഇന്റർകറന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിൻവേംസ് കംപ്ലീറ്റ് പോകുന്നു. കൊല്ലങ്ങൾക്ക് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, വളരെ എഫക്റ്റീവ് ആണ്. യൂറിക് ആസിഡ് വിച്ച് കമ്പനി ഡോക്ടർ എന്ന് ജയലളിത ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. കമ്പനി അത് അവൈലബിൾ കമ്പനി, അവൈലബിൾ ക്വാളിറ്റി ബ്യൂറോ എന്ന് പറയും പോലെയാണ്. അവൈലബിൾ ആയിട്ട് ഏതാണോ, ഏത് കമ്പനി? ബക്സൺ കിട്ടുന്നുണ്ട്, സെന്റ് ജോർജ് കിട്ടുന്നുണ്ട്. ജർമ്മനൊന്നും കിട്ടത്തില്ല. ജർമ്മനൊന്നും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അതുപോലെ ഡോക്ടറെ ഹൈഡ്രാഞ്ചിയ സ്റ്റോണിന്. എന്തിനാണ് ഹൈഡ്രാഞ്ചിയ ടീച്ചർ? എന്തിനാണ്? പരേര ബ്രാവ. സ്റ്റോണിന് ഹൈഡ്രാഞ്ചിയ പറഞ്ഞു. പരേര ബ്രാവ പറഞ്ഞില്ല. അത് ഇപ്പൊ പറഞ്ഞില്ല. പല ക്ലാസ്സുകളിലും ഞാന് സ്റ്റോണിന് പെയിനൊരു എക്സ്പീരിയൻസ്. ഞാൻ സാധാരണ ചെയ്യുന്നത് എക്സ്പൾഷന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ നക്സോമിക്കയാണ്. 1000 നക്സോമിക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ലൈക്കോബോഡിയം 0/3 2-3 പെല്ലറ്റ് ഒരു ബോട്ടിൽ എടുത്തിട്ട് മറ്റേ ബോട്ടിൽ നക്സോമിക്ക 1000 2-3 പെല്ലറ്റ് എടുത്ത് കൊടുത്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു 90% എഫക്റ്റീവ് ആണ്. കല്ല് എക്സ്പെൽ അല്ലെങ്കിൽ പെയിൻ കുറയും പെട്ടെന്ന്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ കല്ല് ഇളകി പോയെന്ന് പറഞ്ഞു. അതേപോലത്തെ എഫക്ട് ഈ 2 മെഡിസിൻ മിനിമം ഡോസിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, ഞാൻ ടെനസ്മസ് വെച്ച് കൊടുക്കാറുണ്ട്. നക്സ് ഭയങ്കര എഫക്റ്റീവ് ആണ് നക്സ്. അപ്പൊ ഇനി തീർച്ചയായിട്ടും നമുക്കത് അനിൽകുമാർ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഞാൻ 100 കണക്കിന് പേഷ്യൻസ് കൊടുത്ത് എഫക്റ്റ് ഉള്ള സാധനം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ച ആയി. സന്തോഷം. അപ്പൊ ഇന്ന് ഈ ഒരു നല്ല ചർച്ച അവസാന ഭാഗം ഗംഭീരമായി. തുടക്കം നമുക്ക് കുറച്ച് സേട്ട് സാറ് വരുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, എത്തിയില്ല. എങ്കിലും ചർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുക. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും നല്ലൊരു വിഷയമായിരുന്നു. ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ജയലളിത ഡോക്ടറെ പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. കാരണം ആ സമയത്ത് ഡോക്ടർ തക്ക സമയത്ത് തന്നെ അത് ഇടപെട്ടു. ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ പിന്നെ ധനേഷ് ഡോക്ടറെ വിളിച്ചപ്പോഴാണ് സാറ് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് ദേവൻ ഡോക്ടറെ വിളിച്ച് നമുക്ക് തന്നു. വലിയൊരു അനുഗ്രഹമായി പോയി. നമ്മള്
ദേവൻ ഡോക്ടറെ ഇനിയും നമുക്ക് ഒത്തിരി കിട്ടാനുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ദേവൻ ഡോക്ടർ ഇത്രയും അറിവുകൾ നമുക്ക് തന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സമയം വൈകിയാണെങ്കിലും വളരെ വിലപ്പെട്ട അറിവുമായി എത്തിയ അനിൽകുമാർ ഡോക്ടറെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ച വളരെ ഭംഗിയായി തീർന്നു. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി. മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറിയാമ്മ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ നമ്മുടെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങള് കുറിച്ചുള്ള ഒരു ചർച്ച കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ കിഡ്നി സംബന്ധമായ രോഗങ്ങളുണ്ട്, അത് മൂത്രാശയ യൂറിറ്റർ സംബന്ധമായ മറ്റ് വേറെ പല രോഗങ്ങളുണ്ട്, ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളുണ്ട്, കിഡ്നി ഫങ്ഷൻ പ്രോബ്ലങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇനിയും മറ്റൊരു ദിവസം നമുക്ക് ചർച്ചയുമായി വരാം. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും, ജയലളിത ഡോക്ടർക്കും, അത്യാപത്തിന് ഉപകരിച്ച ജയലളിത ഡോക്ടർക്കും, ദേവൻ ഡോക്ടർക്കും, അതുപോലെ മറിയാമ്മ ഡോക്ടർക്കും, അനിൽകുമാർ ഡോക്ടർക്കും ഒക്കെ എന്റെയും കൂടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞാനാണ് ഇത് തുടങ്ങിയപ്പോൾ കുറച്ച് ഞാൻ വിഷമിച്ചു, ഇനി ഇതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന്. എന്തായാലും എല്ലാവരും സജീവമായി പങ്കെടുത്തു. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.